നിത്യതയിൽ MT. MT എന്ന മലയാളിയുടെ സ്വകാര്യ അഹങ്കാരം ഓർമ്മയായി. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം വിപുലമായ പൊതുദർശനമോ നഗരി കാണിക്കലോ ഇല്ലാതെയായിരുന്നു സംസ്കാരം. സംസ്ഥാന സർക്കാരിന്റെ ഗൺ സല്യൂട്ട് മാത്രമായിരുന്നു ഏക ബഹുമതി. ഇന്നലെ രാത്രി അന്തരിച്ച MTയുടെ മൃതദേഹം കോഴിക്കോട്ടെ വീടായ സിത്താരയിലാണ് എത്തിച്ചത്. സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള ആയിരങ്ങൾ അദ്ദേഹത്തെ അവസാനമായി കാണാൻ ഒഴുകിയെത്തി. വിവരങ്ങളുമായി CV അനുമോദ് നമുക്കൊപ്പം ചേരുകയാണ്. അനുമോദ്, മലയാളത്തിന് അത്രമേൽ പ്രിയപ്പെട്ട സാഹിത്യകാരന് നമ്മൾ വിട ചൊല്ലിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം വലിയ തിരക്കുകളോ ബഹളങ്ങളോ ഒന്നുമില്ലാതെ പൊതുദർശന ചടങ്ങും സംസ്കാര ചടങ്ങും ഒക്കെ പൂർത്തിയാക്കി. എന്നിരുന്നാൽ പോലും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ, ആരാധിക്കുന്ന ഒരുപാട് ആളുകൾ അവിടേക്ക് അവസാന നിമിഷം അന്ത്യാദരം അർപ്പിക്കാനായി എത്തുകയും ചെയ്തിരുന്നു. വിവരങ്ങൾ. ആര്യ, MT എത്രമാത്രം മലയാളിയുടെ ഹൃദയത്തോട് ചേർന്ന് നിന്ന വ്യക്തിയാണെന്ന് തെളിയിച്ച പകലായിരുന്നു ഇന്ന് കടന്നുപോയത്. ഇന്ന് രാവിലെ മുതൽ നമ്മൾ MTയുടെ വീട്ടിലും അദ്ദേഹത്തിന്റെ ഏറ്റവും അവസാനം അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങ് നടന്ന സ്മൃതിപഥത്തിലുമൊക്കെ, ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തുമൊക്കെ ഒഴുകിയെത്തിയത് ആയിരങ്ങളാണ്. അവരൊക്കെ തന്നെ MTയെ ഒരു നോക്ക് കണ്ട് അവരുടെ പ്രിയ കഥാകാരന് യാത്രാമൊഴി ഏകുക എന്ന ഒരൊറ്റ ആഗ്രഹം കൊണ്ട് എത്തിയവരായിരുന്നു. നമുക്കറിയാം, MTയെ നമ്മളെല്ലാം അനുസ്മരിക്കുന്നത് പല തലങ്ങളിലായിട്ടാണ്. കഥാകാരനായിട്ടും ചലച്ചിത്രകാരനായിട്ടും അദ്ദേഹത്തെ ഒരു മാധ്യമപ്രവർത്തകനായിട്ടും സാംസ്കാരിക നായകനായിട്ടും പ്രാസംഗികനായിട്ടും അങ്ങനെ എണ്ണമറ്റ മുഖങ്ങൾ സാംസ്കാരിക ലോകത്ത് അദ്ദേഹത്തിനുണ്ട്. ഇതിലെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ നമ്മളെയെല്ലാം പല തലങ്ങളിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സിനിമയിലെ കഥാപാത്രങ്ങളാവട്ടെ, അദ്ദേഹത്തിന്റെ നോവലിൽ അദ്ദേഹം രചിച്ച കഥാപാത്രങ്ങളാവട്ടെ, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ അദ്ദേഹം പറയുന്ന വാചകങ്ങളാവട്ടെ, ഇതൊക്കെ തന്നെ മലയാളിയുടെ മനസ്സിനെ ഇത്രമേൽ ഘനീഭവിപ്പിച്ച, ദുഃഖം
വരാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം, ഈ ദുഃഖം ഇത്രമാത്രം ഘനീഭവിക്കാനുള്ള ഒരു കാരണവും ആ കഥാപാത്രങ്ങളൊക്കെ MTയുടെ ഹൃദയത്തിൽ നിന്നും അനുവാചകന്റെ, ആസ്വാദകന്റെ, വായനക്കാരന്റെ ഹൃദയത്തിലേക്കാണ് കടന്നു കയറിയത് എന്നുകൊണ്ടായിരുന്നു. ഇന്ന് രാവിലെ മുതൽ നമ്മൾ കണ്ടതും അത് എത്രമാത്രം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും അദ്ദേഹവും എത്രമാത്രം മലയാളിക്ക് പ്രിയപ്പെട്ടതാണ് എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു. ഏറ്റവും അവസാനമായി മൃതദേഹത്തിലെത്തി അദ്ദേഹത്തിന് ഗാർഡ് ഓഫ് ഓണർ നൽകി അദ്ദേഹത്തിന്റെ സഹോദരിയുടെയും സഹോദരങ്ങളുടെയും മക്കള് അന്ത്യകർമ്മങ്ങൾ ചെയ്ത് അദ്ദേഹത്തിന്റെ അന്ത്യക്രിയകൾ ചെയ്തു കഴിയുമ്പോൾ ഇവിടെ കോഴിക്കോട് മാത്രമല്ല കേരളത്തിലെ വലിയ ഒരു ജനസമൂഹമായിരുന്നു, ജനതതിയായിരുന്നു ഇവിടെ തടിച്ചുകൂടി. ഇപ്പോഴും MT അനുസ്മരിച്ചുകൊണ്ടുള്ള ഒരു അനുസ്മരണ ചടങ്ങ് ഇതിന് തൊട്ടപ്പുറത്തുള്ള ഓഡിറ്റോറിയത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാണെങ്കിലും മലയാളിയെ സംബന്ധിച്ച് MT എന്ന സ്വകാര്യ അഹങ്കാരം ഇനി ഓർമ്മയിലാണ്. പക്ഷേ MT മലയാള ഭാഷയുള്ളിടത്തോളം കാലം അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളും അദ്ദേഹത്തിന്റെ രചനകളും എന്നും നമുക്കൊപ്പം തന്നെ ഉണ്ടാകും. അനശ്വരമായിട്ട് ഭാഷ നിലനിൽക്കുന്നിടത്തോളം കാലം അതുകൊണ്ട് MTയും ഉണ്ടാകും. പക്ഷേ ഇനി MT നമുക്കൊപ്പം ഇല്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളുക എന്നതാണ് മലയാളി സമൂഹം, പ്രത്യേകിച്ച് സാഹിത്യ ലോകവും ചലച്ചിത്ര ലോകവുമൊക്കെ ഉൾക്കൊള്ളാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. എന്നാണെങ്കിലും MT ഈ ലോകത്തിൽ നിന്നും യാത്രയായിരിക്കുന്നു. MT എന്ന രണ്ടക്ഷരം ഇനി ഓർമ്മ മാത്രമാണ്. മലയാള ഭാഷ ഉള്ളിടത്തോളം കാലം, ചലച്ചിത്രങ്ങൾ ഉള്ളിടത്തോളം കാലം MT എന്ന രണ്ടക്ഷരം നമ്മളെ എന്നും ഓർമ്മിച്ചുകൊണ്ടേയിരിക്കും. എത്രമാത്രം വലിയ ഒരു വസന്തമാണ് ഇവിടെ കടന്നുപോയതെന്ന്. ആര്യ. തീർച്ചയായും.